സഹൃദയരെ, സന്തോഷത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു കാലത്ത് കേരള രാജ്യത്തിന്റെ ഭരണം വാമനന്റെ കാൽക്കൽ വച്ചൊഴിഞ്ഞ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ട മാവേലി മന്നൻ തനിക്ക് കിട്ടിയ വരദാനമനുസരിച്ച് ചിങ്ങമാസത്തിലെ പൊന്നോണ ദിവസം തന്റെ പ്രജകളെ കാണുവാൻ ഈ വർഷവും പതിവ് പോലെ നാട്ടിലെത്തി. ശ്രീ പത്മനാഭന്റെ നാടായ അനന്തപുരിയിൽ നിന്നും തന്റെ കേരള പര്യടനം അദ്ദേഹം ആരംഭിച്ചു. രംഗം 1. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്ര പരിസരം. മഹാനിധി ഒളിഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിന്റെ സുരക്ഷയ്ക്കായി നിയമിക്കപ്പെട്ടിരിക്കുന്ന 2 പോലീസ് സ്ക്വാഡ് അംഗങ്ങൾ മഫ്തിയിൽ അവരുടെ മുമ്പിലേക്ക് ചെന്നെത്തപ്പെടുന്ന മഹാബലി തമ്പുരാൻ. ശ്രദ്ധിക്കുക. ക്ഷേത്രത്തിൽ നിന്ന് നിധി കിട്ടിയതോടെ നമുക്ക് പണിയായി. അതെ, രാവിലെ വീട്ടിൽ കടന്നുറങ്ങേണ്ട സമയത്ത് ഈ സ്ക്വാഡ് പണി എന്തൊരു കഷ്ടമാന്ന് നോക്കണം. അല്ല, യവന അമ്പലത്തിൽ കയറി നിധി അടിക്കാൻ ധൈര്യമുള്ളത്? അഥവാ അടിച്ചാൽ തന്നെ അവൻ ഈ വഴിക്ക് വരുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? അത് ശരിയാ. അവിടെ നോക്ക്, ഇതാ ഒരു നിധി നടന്നു വരുന്നു. കണ്ടില്ലേ ഭഗവാനെ? കിരീടമൊക്കെ ഉണ്ടല്ലോ തലയില്, മാലയും വളയും എല്ലാം അവൻ അടിച്ചുകൊണ്ടിറങ്ങാൻ തോന്നുന്നു. നിക്ക് മണ്ടരുത്. ഇവിടെ വാടാ. നീ എന്തിനു വിചാരിച്ച് സ്വാമിയുടെ കിരീടം അടിച്ചോണ്ട് പോയാൽ ഞങ്ങൾ കാണില്ലെന്ന് വിചാരിച്ച? ഞാനാണ് മാവേലി, മഹാബലി തമ്പുരാൻ. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞത് കേട്ടോളി, മാവേലിയാത്ത മാവേലി. അല്ലേ? സത്യം പറഞ്ഞോളി, ഏടിച്ച് കോമ്പ് വാട്ടിക്കളയും. നീ അങ്ങനെ അകത്ത് കയറിയത്? എന്ത് അകത്ത് കയറിയത്? എന്നെ ചവിട്ടി കയറ്റിയതാണെന്ന് അറിഞ്ഞുകൂടി? ഓഹോ, അപ്പൊ നീ ഒറ്റയ്ക്കല്ലേ? എവിടെടാ മറ്റവൻ? മറ്റവൻ അദ്ദേഹത്തെയാണ് ഞാനും അന്വേഷിക്കുന്നത്. വാമനന്റെ കാര്യമായിരിക്കും നിങ്ങൾ പറയുന്നത് അല്ലേ? സത്യം പറഞ്ഞോളി, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ കയറി? ഞങ്ങൾക്കും കയറാനാ. ദേ, നിന്റെ കയ്യിലുള്ളതിന്റെ പാതി നിനക്ക് തന്നെ തിരിച്ചു തരാം. ഓക്കെ? നീ ഞങ്ങളോട് പറയണം എങ്ങനെയാണ് നീ നിലവറയുടെ ഉള്ളിൽ കയറിയത്. ഞങ്ങൾക്ക് കുറച്ച് തിന്നാനാ. എന്തു പറയുന്നു? ഡീൽ ഓർ നോ ഡീൽ? ഹേയ്, ഇതെന്റെ പൂർവിക സ്വത്താണ്. ഞാൻ എവിടെ നിന്നും മോഷ്ടിച്ചതല്ല. കേട്ടിട്ടില്ലേ? കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. നിർത്തട, മര്യാദയ്ക്ക് കൂടല്ല. ഇല്ല, ഇത് തരില്ല. ഞാൻ മാവേലി മകൻ. ഇല്ല, ഇത് തരില്ല. എന്റെ കിരീടമാണിത്. എന്നെ വിടൂ, എന്നെ വിടൂ. ഊരാ നിന്റെ കിരീടം. അയ്യോ, ഊരിക്കരുത് തന്നെ. അയ്യോ, ഞാൻ മാവേലി മകൻ. അയ്യോ, തയ്യാറടിക്കില്ലേ? അയ്യോ, മാവേലിയാണ് പോലും മാവേലി. അടുത്ത സ്കൂൾ അപ്പുറത്ത് കാണും. കിരീടമെങ്കിൽ കിരീടം ഉള്ളതാട്ടെ. വാ, നമുക്ക് രാവിലെ ബോളടിക്കാം. രംഗം 2. കിരീടം നഷ്ടപ്പെട്ട മാവേലി. ശിരസ് അംഗവസ്ത്രം കൊണ്ട് മറച്ച് ഈ ഹർത്താൽ ദിവസം അല്പം വെള്ളം പോലും ലഭിക്കാതെ ദാഹപരവശനായി നടന്നു നീങ്ങിയപ്പോൾ
പാവം എത്തപ്പെട്ടതും സ്ത്രീ പീഡകരുടെ കയ്യിൽ. ശ്രദ്ധിക്കുക, സ്ത്രീ പീഡകരുടെ കയ്യിൽ. അവിടെ. അയ്യോ, നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെ പിടിക്കുന്നത്? അയ്യോ, എന്റെ തുണിയൊന്ന് വലിക്കില്ലേ? അയ്യോ, എന്നെ ഒന്നും ചെയ്യരുത്. അയ്യോ, എന്റെ തുണി വലിക്കരുത്. മാനവും നഷ്ടപ്പെട്ട മാവേലി പിന്നീട് എത്തപ്പെട്ടത് കേരളത്തിലെ യുവാക്കളുടെ പ്രിയപ്പെട്ട തൊഴിലായ കൊട്ടേഷൻ തൊഴിലായി സ്വീകരിച്ച കുറെ ചെറുപ്പക്കാരുടെ കൈകളിലേക്കാണ്. ശ്രദ്ധിക്കുക, കൊട്ടേഷൻ ടീം. ഹർത്താലായതുകൊണ്ട് ഏറ്റപ്പണിയൊന്നും നടക്കുന്നില്ലല്ലോ. എവനെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ അടുത്ത പണിക്കുള്ള ജാമത്ത് കൊത്തേനെ. എടാ ജഗ്ഗു, ദാ അങ്ങോട്ട് നോക്ക്, ദാ ഒരുത്തൻ വരുന്നു. കണ്ടിട്ടേതോ ഒരു മുഖപരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇവന്റെ കൈ വെട്ടണോ കാലു വെട്ടണോ അത് കുത്തി മലത്തണോ? രാവിലെ മുതൽ ഒരു എയിമില്ലാണ്ടിരിക്കുമല്ലേ? ഡേ, നിങ്ങളടാ അവിടെ എങ്ങോട്ടാ ഇത്ര ധൃതിയില്ല? എന്നെ അവന്മാർ പീഡിപ്പിച്ചു. പീഡനം അത്രേ ഉള്ളൂ. അങ്ങനെ നീയും പ്രശസ്തനാകും. ഇവിടെ ജീൻസ് ഇട്ട് നടക്കുന്നവരെ പീഡിപ്പിക്കുന്നു. നീ സാരി എടുത്തുകൊണ്ട് നടന്നാൽ വെറുതെ വിടുമോ? അതെ, ഞങ്ങൾ രാവിലെ മുതൽ കാത്തിരിക്കുക. ഏറ്റെടുത്ത പണി ഹർത്താല് കാരണം മുടങ്ങി. സംഭവം ഇത്രയുള്ളൂ. ഒരുത്തന്റെ കൈവെട്ടിക്കൊടുത്താലേ ചിലവിന് കാശക്കൂ. ഞങ്ങൾ വേറൊരുത്തനെ തേടിയിരിക്കുമായിരുന്നു. ഹർത്താൽ കാരണം അവൻ അങ്ങ് മുങ്ങി. ഇതാ ഇപ്പോൾ തേടാത്ത വള്ളി കാലിൽ ചുറ്റി. അപ്പോ ഞങ്ങൾ ഈ കയ്യങ്ങെടുത്തോട്ടെ. എന്റെ കയ്യോ? എന്നാൽ അതിനുള്ള കാശ് തന്നേരെ. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. പുല്ലേ, എന്നാ നിന്റെ മാല ഇങ്ങെടുക്ക്. എടുക്കടാ നിന്റെ മാല. ഓടിക്കോളും, പള്ളക്ക് ഞാൻ ഓട്ടയിടും. ഇതാണ് മഹാബലി തമ്പുരാനല്ലേ? എന്താ ഇത്ര വൈകിയത്? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവശനായ മാവേലി വാമനനെ കണ്ടുമുട്ടി. മഹാബലി തമ്പുരാനല്ലേ? എന്താ ഇത്ര വൈകിയത്? ഞാൻ അങ്ങേക്ക് കാത്തിരിക്കുകയായിരുന്നു. അല്ല, ഇതെന്ത് പറ്റി? എവിടെ കിരീടവും ആഭരണങ്ങളും ഒന്നും കാണാനില്ലല്ലോ. എല്ലാം നഷ്ടപ്പെട്ടു വാമന, എല്ലാം നഷ്ടപ്പെട്ടു. ജീവൻ കിട്ടിയത് മഹാഭാഗ്യം. അതിരിക്കട്ടെ, എന്തിനാണ് നിങ്ങൾ നമുക്കായി കാത്തിരുന്നത്? എന്ത് പറയാനാ? എനിക്കും എല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾ എനിക്ക് ദാനമായി തന്ന മണ്ണില്ലേ, അത് കയ്യേറ്റ ഭൂമിയാവും പിടിച്ചിട്ട്. അതിന്റെ സ്ഥലങ്ങളില്ല. അതിന്റെ പട്ടയം വേറെ ആരുടെയോ പേര് ആരോ മറിച്ചു വിറ്റു. എന്റേതെന്ന് എത്ര പേർ എവിടെയെല്ലാം ഞാൻ കൈക്കൂലി കൊടുത്തു. മടുത്തു. ദൈവമായി എനിക്ക് പോലും ഇതല്ലേ ഗതി. നിങ്ങളുടെ കാര്യം മഹാകഷ്ടം തന്നെ.
ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച എന്റെ മലയാള നാടിന്റെ ഗതി ഇതാണോ? എന്താണ് ഈ തലയിൽ? അങ്ങേക്കറിയില്ലേ ഈ നാടിന്റെ ഗതി? കൈക്കൂലിക്കാരും, സ്ത്രീപീഡകരും, പിടിച്ചുപറിക്കാരും, കരിഞ്ചന്തക്കാരും, തീവ്രവാദികളും, അതപ്പതിച്ച രാഷ്ട്രീയക്കാരും, ഹവാലക്കാരുമാണ് ഈ രാജ്യം ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. എന്റെ നാട് ഇത്ര തകർന്നു. ഈ നാട് നശിച്ചല്ലോ. ഇതിനെ രക്ഷിക്കാൻ ഇനി ആർക്കും പറ്റും? ഒരു ചെറിയ പ്രതീക്ഷയുടെ കാണുന്നുണ്ട്. ഈ അനീതിക്കും അക്രമത്തിനെതിരെ പോരാടാൻ ആയുധങ്ങളൊന്നും എടുക്കാത്ത ഒരു ഒറ്റയാൾ പട്ടാളം. അന്നാ ഹസാരെ. അയാളെ കൊണ്ട് അതിനാവൂ വാമനൻ. ഇനി ഗാന്ധി മാർഗത്തിലൂടെ നമ്മളെ രക്ഷിക്കുവാൻ, ഈ നാടിനെ രക്ഷിക്കുവാൻ ഇദ്ദേഹത്തിനെയാവും. എല്ലാ യുവജനങ്ങളും ശാന്തിയും സമാധാനവും സാഹോദര്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. നോക്ക്, ഞാനും അവരുടെ കൂടെയാണ്. എനിക്ക് സന്തോഷമായി. എന്റെ ഈ നാടിനെ രക്ഷിക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ചേരട്ടെ. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു കാലത്തിന്റെ ഓർമ്മ കൊണ്ടാടുന്ന സുദിനമല്ലേ ഓണം. പക്ഷേ ഇന്ന് കള്ളവും ചതിവും കാപട്യവും നിറഞ്ഞ ഈ ലോകത്ത് എന്ത് ഓണം? ഇല്ല, നമുക്ക് വേണം പ്രതീക്ഷയുടെ ഓണം, പ്രത്യാശയുടെ ഓണം, സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞു, കള്ളവും ചതിവും കാപട്യവും ഇല്ലാത്ത ഒരു നല്ല നാളേക്ക് പ്രത്യാശയുടെ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവില്ലേ? പറയൂ, നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവില്ല? നമുക്ക് വേണ്ടേ ഒരു നല്ല ഓണം? വരൂ, നമുക്കൊന്നു ചേർന്ന് ആഘോഷിക്കാം. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂ